2023 ഒക്ടോബർ 29 കളമശ്ശേരി ബോംബ് സ്ഫോടനമുണ്ടായത്. 8 പേരാണ് മരിച്ചത്. യഹോവ സാക്ഷികളുടെ ഒരു യോഗത്തിനകത്ത് നടന്ന ബോംബ് സ്ഫോടനം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയ സംഭവമാണ്. 8 പേർ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു ബോംബ് സ്ഫോടനത്തിൽ, അതും യഹോവ സാക്ഷികളുടെ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചയായി മാറുകയും അതിന് പിറകിൽ ഭീകരാക്രമണമുണ്ട് എന്ന തോതിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. ഒരാൾ മാത്രമാണ് പ്രതി. ഡൊമിനിക് മാർട്ടിൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ചെയ്തത്. ഹാജരാകുന്നതിന് മുമ്പ് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വലിയ തോതിൽ കിംവദന്തികൾ, അഭ്യൂഹങ്ങൾ കേരളത്തിൽ പരക്കാൻ തുടങ്ങിയിരുന്നു. ആ അഭ്യൂഹങ്ങൾ പരക്കാൻ ഇടയാക്കിയത് ഒരു കേന്ദ്രമന്ത്രിയുടെ ട്വീറ്റ് കൂടിയായിരുന്നു എന്നതാണ്. പിന്നീട് അത് ANI വാർത്തയായി വരികയും ഇന്ത്യ അത് ചർച്ച ചെയ്യുകയും ചെയ്തു. വലിയ പ്രശ്നമായി, വലിയ തോതിൽ കേരളത്തിൽ വർഗീയ വിദ്വേഷം പടർത്തുന്ന രൂപത്തിൽ ഒരു കലാപം തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന രൂപത്തിൽ അത് പടർന്ന് വരുന്ന ഘട്ടത്തിലാണ് ഡൊമിനിക് മാർട്ടിൻ എന്ന യഥാർത്ഥ പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്. അതോടുകൂടിയാണ് ഈ മതവിദ്വേഷ പ്രചാരണം അവസാനിച്ചത്. ഭീകരവാദികളാണ് സ്ഫോടനം ഉണ്ടാക്കിയത് എന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ, ന്യൂനപക്ഷ മതവിഭാഗത്തെ, മുസ്ലിം മതവിഭാഗത്തെ, ആ സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ ഹിന്ദുത്വവാദികൾ പ്രചാരണം അഴിച്ചുവിട്ടത്. അതിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. അന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലിട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റാണ് ഇതാ ഭീകരാക്രമണം കേരളത്തിൽ നടന്നിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പോസ്റ്റ്. അത് വലിയ ചർച്ചയായി മാറുകയും അതിനെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു ഹിന്ദുത്വവാദികൾ വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ചെയ്തത്. ആ സംഭവം അന്ന് കഴിഞ്ഞു. ഇതേക്കുറിച്ച് പലപ്പോഴും രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്ന ഘട്ടത്തിലും മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരനോട്. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് ക്ഷോഭത്തോടെ അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരൻ. ഇതുവരെയും തനിക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ, ഈ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. ഡൊമിനിക് മാർട്ടിൻ എന്ന ഏക പ്രതി, അദ്ദേഹം യഹോവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഈ വിശ്വാസത്തോട് കലഹിച്ചുകൊണ്ടാണ് അവിടെ സ്ഫോടനം ഉണ്ടാക്കിയത് എന്ന് പോലീസിന് മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ യഹോവ സാക്ഷികൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പോലീസിന് മൊഴി നൽകിയത് അന്ന് വലിയ വാർത്തയായി വരികയും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്നത് ഈ പ്രശ്നത്തെ മതവിദ്വേഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെ തിരിച്ചുവിടാൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും 8 പേർ മരിച്ച സംഭവം ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ പരിപാടി. ആ പരിപാടിയിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. സ്ഫോടനം നടത്തിയത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന രൂപത്തിൽ പ്രചാരണം അഴിച്ചുവിടാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുകയും കേരളത്തിലെ എല്ലാ ജനങ്ങളും ആശങ്കയോടെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കിയിരിക്കുകയും നമ്മുടെ കേരളത്തിലും മതവിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ വിത്ത് പാകുകയാണോ എന്ന ആശങ്ക ഉയർന്നു വരികയും ജനങ്ങളോട് സമാധാനത്തോടെ കഴിയണമെന്നും ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിലും അകപ്പെട്ടു പോകരുത് എന്നും അധികാരികൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് പറയേണ്ടി വന്ന അവസ്ഥയും ഒക്കെ നാം കണ്ടതാണ്. ഒരു നിമിഷം അല്ലെങ്കിൽ മണിക്കൂറുകൾ കേരളം ഭയവിഘുലരായി നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നത് ചെറിയ കാര്യമല്ല. ആ പ്രചാരണത്തിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് പ്രത്യക്ഷമായോ പരോക്ഷമായോ കാരണമാകുകയും ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് വലിയ വിവാദമാകുകയും ചെയ്തതാണ്. എന്നാൽ ഇതുവരെയും അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴിതാ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഒരു പ്രതി മാത്രമാണുള്ളത്. ആ പ്രതി ആരാണ് എന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പോലീസിന് ഹാജരായ ആളാണ്. തമ്മനം സ്വദേശിയാണ്. പേര് ഡൊമിനിക് മാർട്ടിൻ എന്നാണ് എന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരേ ഒരു പ്രതി, അയാൾ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സ്ഫോടനം, അതിൽ 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല. ഈ സംഭവത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ അന്ന് പ്രാഥമികമായി കിട്ടിയ വിവരമനുസരിച്ച് പറഞ്ഞതാണ്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖരനില്ലേ? അദ്ദേഹം കേരളത്തിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു BJP നേതാവായി കേരളത്തിന് പുറത്താണെങ്കിൽ ഈ ചോദ്യം ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉയരില്ല. അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നു പാർലമെന്റിലേക്ക്. അപ്പോൾ അദ്ദേഹം കേരളത്തിന് എതിരെ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, ആ പോസ്റ്റ് തെറ്റാണ് എന്ന് പൂർണ്ണമായും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, നല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അന്ന് ഒരു പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് പറഞ്ഞു പോയതാണ്, അതിൽ ഖേദമുണ്ട് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ അദ്ദേഹം കാട്ടണം. അങ്ങനെ മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാകുമോ?
കേരളത്തോട്, മലയാളികളോട്, കേരളത്തിൽ മലയാളികൾ വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോവുകയാണ്. മതവിദ്വേഷത്തിന്റെ വിത്തുപാകാൻ നല്ല ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ അതിനെ എല്ലാം ചെറുത്ത് തോൽപ്പിച്ച് സമാധാനത്തോടെ കൂടി കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. ആ ജനങ്ങളോട്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളോട് അദ്ദേഹം പറയണ്ടേ, ഇങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അതിന് അദ്ദേഹം തയ്യാറാകണം എന്നാണ് കേരളം അദ്ദേഹത്തോട് ഈ സമയം ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ട് തന്നെ, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയം കേരളത്തിൽ 2 ദിവസമെങ്കിൽ 2 ദിവസം ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ചർച്ചയ്ക്ക് വിരാമമിടേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് അദ്ദേഹം നിറവേറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.